ഇപ്പോൾ ഞങ്ങൾ ആനമല ടൈഗർ റിസർവിൻ്റെ എൻട്രൻസ് ഭാഗത്ത് നിൽക്കുകയാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പറമ്പിക്കുളത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റും. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏരിയയിലേക്ക്. പറമ്പിക്കുളം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം സ്ഥലമാണ്. പക്ഷേ അവിടേക്ക് വരണമെങ്കിൽ തമിഴ്നാട്ടിലുള്ള ആനമലയിലുള്ള ഈ ഒരു എൻട്രൻസിൽ കൂടി ഇവിടുത്തെ ഫീ ഒക്കെ അടച്ചിട്ട് വേണം നമുക്ക് ചെല്ലണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ അവിടെ അൻസാഫ് പോയിട്ടുണ്ട്. കയറാനുള്ള സമയമുണ്ട്. സമയം 7 മണി തൊട്ട് 4 മണി വരെയാണ്. എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. സ്റ്റിൽ ക്യാമറയ്ക്ക് 50 രൂപ, വീഡിയോ ക്യാമറയ്ക്ക് 300 രൂപ കൊടുക്കണം. മൊബൈൽ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. രതീഷ് 4 പേര്. പക്ഷികള് വഴിന്ന് മാറി നിക്കടാ. ഉമ്മാര് ഇതിന്റെ ഇടയിൽ കുടുങ്ങുവോ? അതുങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മക്കൊരു എനിക്കുണ്ടത്. എനിക്ക് അങ്ങനെ ഇതാണ് നാരങ്ങത്തൈ നോക്ക്. ഇപ്പോൾ ക്യാമറയ്ക്കുള്ള പാസ് വാങ്ങി, പിന്നെ ഞങ്ങളുടെ 4 പേരുടെയും പിന്നെ വാഹനത്തിൻ്റെയും ഇങ്ങനെ സെപ്പറേറ്റ് പൈസ എല്ലാത്തിനും കൊടുത്തു. ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇവിടുന്ന് ഒരു 22 കിലോമീറ്റർ ഈ കാട്ടിൽ കൂടി യാത്ര ചെയ്യണം. കാടാവാൻ പോകുന്നതുള്ളൂ. കാടിൻ്റെ നടുവിലൂടെയുള്ള യാത്രയുണ്ട്. നല്ല അടിപൊളി യാത്ര. നല്ല ശുദ്ധമായ വായുവൊക്കെ സൃഷ്ടിച്ച് ഇങ്ങനെ പോവാം. ഒരു ശല്യവും ഇല്ല, വാഹനങ്ങളില്ല. അതെ, പുകപടലങ്ങളുമില്ല, ഒരു പ്രശ്നവുമില്ല. കുറേ കിളികളുടെ ശബ്ദമുണ്ട്. അതെ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ള ആനമല ടൈഗർ റിസർവ് ഏരിയ കൂടിയാണ്. അപ്പം ഞങ്ങളുടെ ലക്ഷ്യം നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏരിയയിലേക്ക് കടക്കുക എന്നാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാടിന് നടുവിൽ ടെൻറ്റിൽ താമസിക്കാൻ സൗകര്യമൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകാൻ പോകുന്നത്. പറമ്പിക്കുളം എന്ന് പറയുന്നത് ഒരു ഭാഗം വാഴച്ചാൽ കാടും മറുഭാഗത്ത് തമിഴ്നാടിൻ്റെ ആനമലി കാടുമാണ്. അതാണ് ഈ ഒരു അതിര് പങ്കുവയ്ക്കുന്നത്. പറമ്പിക്കുളത്തേക്ക് പ്രവേശനം ആനമല കടുവാ സങ്കേതത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിലൂടെ പോകുന്നത്. ഇളങ്കാറ്റിൽ തേങ്ങാക്കുലകൾ ആടുന്നു, മുളങ്കാടുകൾ ആടുന്നു എന്നല്ല കേട്ടക്കണ പാട്ട്. അവിടുന്ന് മോളിൽ ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ട്രക്കിങ്ങിന് പോയാലേ എനിക്കത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതെ, ചിലപ്പോ വഴിയിലൊക്കെ ഉണ്ടാവും. അതാ 2 മയിലുകൾ അവിടെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. മയിൽ മാത്രമേ ഉള്ളൂ, ഒട്ടകവും ആനയൊന്നും ഇവിടെ ഇല്ല. ആന എവിടെയെങ്കിലും ഉള്ളിലുണ്ടാവും. പോയി കേട്ടാ 2 മയിലുകൾ പോകുന്നത്. ഫുൾ മുളങ്കാടാണ് കണ്ടോ, നോക്കിയേ, അറച്ച് മുളകളാണ്, കൂട്ടത്തോടെയുള്ള ഇല്ലിക്കാടുകൾ. ഇടയ്ക്കൊക്കെ ഇതുപോലെ 1-2 വണ്ടികൾ വരും. ഒരു ട്രാഫിക്കും ഇല്ല. പക്കാ വിജനമായ വഴി എന്ന് തന്നെ പറയാം. അപ്പോൾ കേരളത്തിൻ്റെ ബോർഡറിലേക്ക് നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. ഇവിടെയാണ് പാർക്കിംഗ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് എത്തി. ഇവിടെ നിന്നാണ് പറമ്പിക്കുളം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ തമിഴ്നാട് അതിർത്തിയിൽ കൊടുത്ത പോലെ തന്നെ വാഹനം പാർക്ക് ചെയ്യുന്നതിനും ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോകൾ എടുക്കുന്നതിനും പിന്നെ നമ്മളവിടെ പ്രവേശിക്കുന്നതിനായിട്ട് സെയിം ഫീ തന്നെ ഇവിടെയും കൊടുക്കണം. അതിനുശേഷം ഇവിടെ നിന്നിട്ട് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ വാഹനത്തിൽ വീണ്ടും കാട്ടിൽ കൂടി സഞ്ചരിക്കണം. എന്നാലാണ് ട്രെക്കിംഗ് ഉള്ള ഭാഗത്തേക്ക് എത്തുക. ഇപ്പോൾ നമ്മൾ പറമ്പിക്കുളത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇതിലേക്ക് വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, രാവിലെ 7 മണിക്കെങ്കിലും ഇതിനുള്ളിൽ പ്രവേശിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇതിനുള്ളിലേക്ക് ഒരു 10-30 കിലോമീറ്റർ ഉള്ളിലേക്ക് വരാനുണ്ട്. അപ്പോൾ വളഞ്ഞിരിഞ്ഞുള്ള കാട്ടിക്കൂടിയുള്ള ഈ യാത്രക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പക്ഷിമൃഗാദികളെ കാണണമെങ്കിൽ രാവിലെ മാത്രമേ ഇവയെ കാണാൻ സാധിക്കുകയുള്ളൂ. വെയിലായി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഈ ഇവിടെയുള്ള കാടുകളിൽ നിന്ന് ഉൾക്കാടുകളിലേക്ക് വലിയും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ വരാൻ ശ്രമിക്കുക. വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നും അവർക്കൊരു എൻട്രി ഫീ കൊടുക്കണം. ക്യാമറയ്ക്ക് 50 രൂപ എക്സ്ട്രാ കൊടുക്കണം. ഏകദേശം 30 രൂപയാണ് എൻട്രി ഫീ കൊടുക്കുന്നത്. കുട്ടികൾക്ക് ചെറിയ റിഡക്ഷനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊടുത്ത് കയറിയാൽ തന്നെ
ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങും ഈ വണ്ടി ഓടിക്കുന്നതിനിടയിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല. ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സ്ലോവിൽ നമുക്ക് ഓടിക്കാം, ആ സമയത്ത് ഫോട്ടോകൾ എടുക്കാം. ഇതിന് ശേഷം നമ്മൾ വരുന്നത് കേരളത്തിൻ്റെ അതിർത്തി ഭാഗമുണ്ട്. അപ്പോൾ ഈ കേരളത്തിൻ്റെ അതിർത്തി ഭാഗം എത്തുമ്പോൾ തമിഴ്നാട്ടുകാർ അവിടെ നിന്നും ട്രക്കിങ്ങിന് അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിന് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് പോവാം. ഇല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ ആ എൻട്രി, അത് രണ്ടും ഒരു ബോർഡറാണ്. അവിടെ തമിഴ്നാടിൻ്റെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന സ്ഥലത്ത് തന്നെയാണ് കേരളത്തിൻ്റെ എൻട്രി ഭാഗം. അപ്പോൾ നമുക്ക് ഇവിടെ കേരളത്തിൻ്റെ എൻട്രി ഭാഗത്ത് വീണ്ടും എൻട്രി ഫീ കൊടുക്കണം. ഏകദേശം 30 രൂപ അതിനും കൊടുക്കണം. ഇതുപോലെ കുട്ടികൾക്ക് അവിടെയും റിഡക്ഷൻ ഉണ്ട്. ക്യാമറയ്ക്ക് 50 രൂപ അവിടെയും കൊടുക്കണം. അപ്പോൾ ഇത് കൊടുത്ത് നമുക്ക് കടന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഇവിടെ നിന്നും നമുക്ക് 200 രൂപ ഫീ കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ അവർ ഈ കാടിനുള്ളിൽ നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങളിനി അവിടേക്ക് പോകാൻ പോവുകയാണ്. ഇത് കൂടാതെ ഇതിനുള്ളിൽ കുറേ ടെൻറ്റുകളൊക്കെ ഉണ്ട്, മറ്റേ ട്രീ ഹട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 3000 രൂപ തൊട്ട് ചാർജ് വരുന്ന ഹട്ടുകൾ. പിന്നെ ഐലൻഡിലുള്ളൊരു നല്ലൊരു അടിപൊളി ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നേരത്തെ ബുക്ക് ചെയ്യണം. ഇപ്പം ഇന്നിവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു അവധി ദിവസമല്ലാത്തതുകൊണ്ട് കുറച്ച്, അതായത് ഇന്നലെ വരെ അവധിയായിരുന്നു, പക്ഷേ ഇന്ന് ഓഫ് സീസൺ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് റേറ്റ് ശരിക്കും കുറവാണ്. അതായത് ഹോളിഡേ ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലും വെവ്വേറെ റേറ്റാണ്. ഫുഡ് ഉൾപ്പെടെയും ഫുഡ് ഇല്ലാതെയുമുള്ള പല റേറ്റുകളുമുണ്ട്. അപ്പോൾ ഏകദേശം എന്തായാലും 3000 രൂപ വരും. പിന്നെ ഒരു ബെഡിന് എക്സ്ട്രാ ഏകദേശം 1800 രൂപ വരുന്നുണ്ട് ട്രീ ഹട്ടിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതൊക്കെ ഇവിടെ ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അപ്പം തന്നെ വേണമെങ്കിൽ എൻട്രി ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരാം. ഏറ്റവും നല്ലത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരികയാണ്. ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ അവൈലബിൾ ആണെങ്കിൽ മാത്രം കിട്ടും. വേണ്ട, കാട്ടിലൊരു നെല്ലിമരത്തുമ്പോൾ നെല്ലിക്കുണ്ടായി കിടക്കണത് ധാരാളം ഉണ്ടായി കിടപ്പുണ്ട്. പക്ഷേ ഇതൊന്നും ഇവിടെ പൊട്ടിക്കാനൊന്നും പറ്റില്ല. കണ്ടേനീനാമാരെ നമ്മളെ പിടിക്കും. അപ്പം നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിവിടുന്ന് ഈ വഴിയിൽ ഇങ്ങനെ വന്ന വഴിക്ക് എവിടെ നിർത്തിയും, അതായത് എൻട്രി ഭാഗം തൊട്ട് നമ്മൾ നിർത്തുന്ന ആ ഡെസ്റ്റിനേഷൻ വരെ ഇവിടെ എങ്ങും നിർത്തി വഴിയിലൊന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ശ്രമിക്കരുത്. ഇവിടെയൊക്കെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ചെക്കിങ്ങുള്ള ഇതാണ്. അപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വലിയൊരു എമൗണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു എമൗണ്ട്, അവർക്ക് വായി തോന്നുന്ന എമൗണ്ട് ഫൈൻ ഇടും. അത് പ്രത്യേകം എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇത് പാർക്കിംഗ് സ്ഥലമാണ്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. അതിനുശേഷം അവിടെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഒരു 200 രൂപയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകണം. സഫാരി, ജംഗിൾ സഫാരി കൊണ്ടുപോകുന്നത്, അതായത് ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നതിൻ്റെ റൂട്ട് മാപ്പ് നമ്മൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഈ പറയുന്ന ഡെസ്റ്റിനേഷൻസൊക്കെ കാണിച്ചുകൊണ്ടാണ് കുറച്ച് യാത്രയുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് ടിക്കറ്റ് ഇടുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ കയറിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. നിങ്ങൾ ആണത് ബഷീർ. അപ്പോൾ ബഷീറിനൊക്കെ ഒരു സെൽഫി എടുക്കേണ്ടത് നമ്മുടെ ഫോളോവറാണ്. ഇവിടെ ഞങ്ങൾ കണ്ടുപിട്ടിയാണ് ജംഗിൾ സഫാരിക്ക് പോകാൻ വേണ്ടി. നിങ്ങൾ ടിക്കറ്റ് ആദ്യം എടുത്തല്ലേ? ആ, ഞങ്ങൾ എടുക്കാൻ പോകുന്നുള്ളൂ. ഞങ്ങൾ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നു. ട്രെക്കിംഗ് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നത്. പക്ഷെ അവിടെ പരിചയമുള്ള ഒരാളെ കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇവിടെ 1-2 ടെൻറ്റ് ഇന്ന് ഒഴിവുണ്ട്. ഇന്ന് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കിയേട്ടാ. 2 ടെൻറ്റ് എടുത്തു. ആ കാണുന്ന ടെൻറ്റുകൾ കണ്ടോ, കാടിനുള്ളിലുള്ള ഇതിനുള്ളിലാണ് ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോണത്. അപ്പോൾ ബാക്കി ഇനി അവിടെ ചെന്നിട്ട് നോക്കിയിട്ട് വീഡിയോ ഇടാം. ഇവിടെയാണ് ടെൻറ്റുകളൊക്കെ ഉള്ളത്. അപ്പോൾ ആ ടെൻറ്റുകളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. റിലാക്സ് സോൺ എന്നാണ് ഈ ഒരു ഏരിയക്ക് പേരൊക്കെ ഇട്ടേക്കണം കേട്ടോ. ഇവിടെ താമസിക്കാൻ ഏറ്റവും നല്ല മാസം എന്ന് പറയുന്നത് ജനുവരിയാണ്. അതാണ് ഏറ്റവും തണുപ്പ് കൂടിയത്. മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചൂട് കൂടിയ മാസമാണ്. ഞങ്ങളെടുത്തേക്കണത് 2 ടെൻറ്റാണ്. അങ്ങനെ 2 പേരെ വീതമേ ഒരു ടെൻറ്റിൽ താമസിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടെൻറ്റിന് 6000 രൂപയാണ് ഒരെണ്ണത്തിന്. അങ്ങനത്തെ 2 ടെൻറ്റ് എടുത്തു. കണ്ടാ, ഈ കാണുന്നതാണ് ടെൻറ്റുകൾ. ഇന്നെന്തോ ഭാഗ്യത്തിന് ടെൻറ്റുകൾ ധാരാളം ഒഴിവുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇവിടെ സ്ഥലമുണ്ട്. അത് അവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ രോഹിത് അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുന്നു. ഇതാണ് പാർക്കിംഗ് ഏരിയ. ബാക്കി ഇവിടെ ഇടത്തും വലത്തുമായിട്ട് നിറച്ച് ടെൻറ്റുകളുണ്ട്. ഇത് വെറുമൊരു ബിസിനസ് മാത്രമല്ല കേട്ടോ. ഇവിടെ ധാരാളം ആദിവാസികൾ പണിയെടുക്കുന്നുണ്ട്. നമുക്ക് കാണാം നമ്മുടെ ഫോറസ്റ്റുകാരുടെ യൂണിഫോമൊക്കെ ഇട്ട് കുറേ ആൾക്കാർ. ഇവരിൽ ഭൂരിഭാഗവും ഏകദേശം 120ഓളം ആളുകൾ ആദിവാസികളാണ്. അവരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അവരുടെ ക്ഷേമത്തിന് വേണ്ടി കൂടിയാണ് ഇത്തരം ഒരു ടൂറിസം പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ചേർന്ന് ആവിഷ്കരിച്ചിരിക്കുന്നത്. ചൂടുമില്ല, നല്ല കാറ്റ്. ഇതൊക്കെയാണ് ടെൻറ്റുകൾ. ഞങ്ങളുടെ ടെൻറ്റിലേക്ക് ഓരോ ടെൻറ്റിന് പേരൊക്കെ സാൻഡൽ. ഇതൊക്കെ കണ്ട് ഇങ്ങോട്ട് വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വഴി പറഞ്ഞുതരാം. നിങ്ങൾ
മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ളവരാണെങ്കിൽ മലപ്പുറത്ത് നേരെ പാലക്കാട് വരിക, അവിടെ നിന്ന് പൊള്ളാച്ചി, പിന്നെ ആനമലയിൽ നിന്ന് ടോപ്പ് സ്ലിപ്പ്, പിന്നെ പറമ്പിക്കുളം. ഇങ്ങനെയാണ് റൂട്ട്. നിങ്ങൾക്ക് തരാമെന്ന് ടെൻറ്റിൽ എന്തോ ഫാനിൻ്റെ എന്തോ വിഷയം, അപ്പോൾ വേറെ കുറച്ച് ടെൻറ്റുകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാം. എന്ത് രസമാണെന്ന് നോക്കിയ സ്ഥലം. പിന്നെ എറണാകുളം, അങ്കമാലി, തൃശ്ശൂർ എന്നൊക്കെ വരുന്നവരാണെങ്കിൽ നേരെ അങ്കമാലിയിൽ നിന്ന് അതിരപ്പള്ളി വരിക, അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിൽ നിന്ന് വാൽപ്പാറ റൂട്ടിൽ കയറുന്നു. റൂട്ടിൽ കയറിയിട്ട് നമ്മളിവിടെ വാൽപ്പാറ വന്നിട്ട് പൊള്ളാച്ചി റൂട്ടിൽ കയറണം. അപ്പോൾ ആനമല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പിന്നെ ആനമലയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് സ്ലിപ്പിലേക്ക്. ജന്തു ഭംഗിയാണല്ലേ, നല്ല പച്ചപ്പ് നിറഞ്ഞ വിശാലമായ സ്ഥലത്തിന് നടുവിൽ കുറേ അധികം ടെൻറ്റുകൾ. അപ്പോൾ ഇതിലേക്ക് വന്യജീവികളൊന്നും വരില്ല എന്നാണ് പറയുന്നത്. ചുറ്റിലുമായിട്ട് ഇലക്ട്രിക് വേലിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഇലക്ട്രിക് കമ്പി വേലിയൊന്നും കടന്ന് മൃഗങ്ങളൊന്നും ചാടിക്കടക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഇരിക്കാൻ തന്നെ രസമാണ്. ഇൻ്റർനെറ്റ് ഒന്നും അധികം ലഭിക്കില്ല. ആകെ BSNL മാത്രമാണ് ഇവിടെ കവറേജ് ഉള്ളത്. കറണ്ട് പോയി കഴിഞ്ഞാൽ ആ ടവർ അങ്ങോട്ട് ഓഫായി പോകും. പിന്നെ പിറ്റേ ദിവസമേ അത് ഓണാക്കുള്ളൂ ഇവർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ ആ സംഗീതം, ചീവീടിൻ്റെ സൗണ്ടൊക്കെ ആസ്വദിച്ച് നല്ലോണം റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ടെൻ്റൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും സാധാരണക്കാരൻ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 200 രൂപ ചിലവാക്കാമെങ്കിൽ കാടിൻ്റെ ആ ഒരു വന്യതയും അവിടുത്തെ മൃഗങ്ങളെയും ഒക്കെ കാണാനുള്ള ട്രെക്കിംഗ് സൗകര്യം ഇവിടെ സാധാരണക്കാർക്കായിട്ടും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 ടെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ. ആ 2 ടെൻറ്റിൽ ഒരെണ്ണം ജാമുൻ, ഒരെണ്ണം നീം, 2 തൊട്ടടുത്തടുത്താണ്. അതായത് അപ്പുറത്തെ ഈ 2 ടെൻ്റാണ് ഞങ്ങൾ എടുത്തേക്കണത്. ഫ്രണ്ടിൽ തന്നെ ഒരു മരത്തറയൊക്കെ ഉണ്ട്, ആൽമരം പോലെ ഒരു മരം. ഇതാണ് നമ്മുടെ ടെൻറ്റിലെ സൗകര്യങ്ങൾ നോക്കിക്കോ. 2 സിംഗിൾ ബെഡാണ് ഇട്ടേക്കണത്. പിന്നെ ബാത്റൂമുണ്ട്, അവിടെ ഒരു ചെറിയ അലമാരയുമുണ്ട്. ആവശ്യമെങ്കിൽ ഒരു ബെഡ് കൂടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ഈ ടെൻറ്റിനകത്തുള്ള ടോയ്ലറ്റ് കേട്ടോ. വളരെ വലിയൊരു ടോയ്ലറ്റാണ്. ഈ ടെൻറ്റിൽ ചെക്കിനും ചെക്കൗട്ട് ടൈമും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ നോക്കുക. 12 മണിക്കാണ് ചെക്കിൻ. ലഞ്ചിന് സമയമുണ്ട് കൃത്യമായിട്ട്. ജംഗിൾ സഫാരിക്ക് സമയമുണ്ട്. അങ്ങനെ ഓരോന്നിനും സമയം കൃത്യമായിട്ട് വരുന്നുണ്ട്. പിറ്റേ ദിവസം 6:30 കോഫി വേണ്ട, ചെക്കൗട്ട് 10:30 ഇവിടുന്ന് വിട്ടോളാം. സ്ഥലം കാലിയൊക്കെ ഉള്ള. പിന്നെ എന്തൊക്കെ ഇവിടെ ചെയ്യണം ചെയ്യരുതെന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടെൻ്റ് എന്തായാലും കൊള്ളാം. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇതിലുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. റേറ്റ് ഇത്തിരി കൂടെ നമുക്ക് തോന്നും. എന്നാലും കാടിൻ്റെ നടുവിൽ ഇങ്ങനൊരു സൗകര്യം കിട്ടുകയെന്ന് പറഞ്ഞാൽ അപൂർവമാണ്. അപ്പോൾ എന്തായാലും നമുക്കത് ആസ്വദിക്കാം. പിന്നെ ജംഗിൾ സഫാരി 3 മണിക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. അത് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ബാക്കി ഭാഗം റെക്കോർഡ് ചെയ്യാം. ഇവിടെ ടെൻറ്റിന് മുമ്പിലായിട്ട് ധാരാളം മയിലുകൾ എപ്പോഴും വരും. നമ്മൾ വെറുതെ ഇങ്ങനെ കൈ നീട്ടി കാണിച്ചു കഴിഞ്ഞാൽ ഇതുങ്ങൾ നമ്മുടെ കയ്യിൽ എന്തോ ഭക്ഷണം ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മുടെ അടുത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാം. ഭക്ഷണം കൊടുക്കരുത് എന്നാണ് പറയുന്നത്. കാരണം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നിയമപരമായി തെറ്റല്ല. പക്ഷേ പിന്നീട് ഇതുങ്ങൾക്ക് നാട്ടിലെ ഭക്ഷണം മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. കാട്ടിലെ ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നമുക്കാണെങ്കിൽ എന്തോ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും സാധിക്കില്ല. അതുകൊണ്ട് മയിലുകൾക്കൊന്നും അങ്ങനെ ഭക്ഷണം കൊടുക്കരുതെന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ഗാർഡുകളൊക്കെ പറഞ്ഞത് ഞങ്ങളോട്. വണ്ടി വന്നു. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 2-3 മണിക്കൂർ ഇനി ജംഗിൾ സഫാരിയാണ്. ഇതിവിടെ ഈ ടെൻറ്റിൽ താമസിക്കുന്നവർക്ക് മാത്രം പോകാനുള്ള വണ്ടിയാണ് കേട്ടോ. അവർക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ഇതുപോലെ സഫാരി ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് ട്രക്കിങ്ങിന് പോകുന്ന വണ്ടിയാണിത്. ട്രക്കിങ്ങിൽ കയറാൻ പോയാണ്. മുഖം കാണിച്ചില്ലാന്ന് പറയണ്ട കേട്ടോ. നമ്മുടെ 2 ഫോളോവേഴ്സാണ്. പേര് പറഞ്ഞേ? മനോജ്, ശ്രീകാന്ത്, എല്ലാവരും വിനു, 3 പേര്. ഇടയിൽ സ്റ്റോപ്പില്ലാത്ത എന്ത് സാധനം? ധാരാളമുണ്ടല്ലേ. ഉറുമ്പോണല്ലോ.
മാനിനെയൊക്കെ കണ്ട് നമ്മൾ മടുക്കും ഇതിൽ. കാരണം അത്രയധികം മാനുകളെ നമ്മൾ ഈ ട്രക്കിങ്ങിന് പോകുമ്പോൾ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മാൻകൂട്ടത്തെ കാണാം. അപ്പോഴൊക്കെ തന്നെ നമ്മുടെ വണ്ടിക്കാരൊക്കെ നല്ല മാന്യന്മാരാന്ന് തോന്നുന്നു. അവരെല്ലാവരും അവിടെ ഒന്ന് നിർത്തും. നമുക്ക് ഈ മാൻകൂട്ടത്തെയും കാട്ടുപോത്തിനെയൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നല്ല ക്ഷമയോടെ തന്നെ അവർ വാഹനം നിർത്തിയിടും. പോണ് പന്നി, കാട്ടുപന്നി, അടിപൊളി സ്ഥലം, രസമുണ്ട്. പക്ഷെ വണ്ടി ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. റോഡ് ഓഫ് റോഡാണ്. എന്താ പറ്റില്ല. പന്നി, മാൻ, മയിൽ, ഇതാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. എന്തോരം കുഞ്ഞുങ്ങളെ കാണാം. അണ്ണാൻ്റെ കുഞ്ഞുങ്ങളെ പോലെ ഇരിപ്പുണ്ട് ചെറു. ആ 10 അണ്ണാൻ്റെ മേത്തുള്ള വര പോലെ അല്ലേ, കാട്ടുപന്നിക്കുള്ള വര. കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ള അങ്ങനെ എഴുതുന്നു. ഒരു രക്ഷയില്ല. കിടു എന്നൊക്കെ പറയണമെങ്കിൽ ഇതാ ഇതുപോലത്തെ സ്ഥലം കാണാം. ഇവിടെ ഞങ്ങൾ താഴേക്ക് നോക്കിയ പുൽമേടും ദൂരെ കാട്. ഇനി ഇപ്പുറത്ത് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയിക്കോട്ടാ. വേണ്ടാ, ഏതൊരു ഡാമിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ കൂടി ചേർന്നൊരു അടിപൊളി സ്ഥലം. നമ്മൾ ഈ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തും, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വഴിയുണ്ടോ, അത് നെല്ലിയാമ്പതിയിൽ നിന്ന് ഒരു ഫ്യൂച്ചർ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തിട്ട് ഇതുവരെ നടക്കാത്തതാണ്. അതായത് നമുക്ക് ഏകദേശം ഒരു 35 കിലോമീറ്ററോളം ലാഭം കിട്ടുന്നൊരു വഴിയാണ്. നമ്മളിപ്പോൾ ശരിക്കും ഇവിടേക്ക് വരുന്നത് എങ്ങനെ, തമിഴ്നാട്ടിൽ പോയിട്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ ഇപ്പോഴും ഈ ഒരു വർക്ക് സാധ്യമായിട്ടില്ല. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജനങ്ങൾക്കും ഉപകാരമാണ്, ടൂറിസത്തിനായാലും പല കാര്യങ്ങൾക്കായാലും ഉപകാരമാണ്. പക്ഷെ നമ്മളിതൊക്കെ ഇങ്ങനെ വെറുതെ ഇട്ടേക്കാണ്. ഇപ്പോൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ എത്തിച്ച് ഞങ്ങളെ. ഇത് തൂനക്കടവ് ഡാം എന്നാണ് പറയുന്നത്. പറമ്പിക്കുളം ആളിയാർ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് ഈ തൂണക്കടവ് ഡാം. പറമ്പിക്കുളം നദിയുടെ കൈവഴിയായിട്ടുള്ള തൂണക്കടവ് പുഴയിലാണ് ഈ ഒരു ഡാം ഉള്ളത്. ഇവിടെ ഒരു ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസും ട്രീ ഹട്ടും വയർലെസ് സ്റ്റേഷനും ഒക്കെ ഉണ്ട്. നമുക്ക് ട്രീ ഹട്ടിൽ താമസിക്കുന്നതിന് ഇവിടെ parambikulam.org എന്ന വെബ്സൈറ്റിൽ കൂടി ബുക്ക് ചെയ്ത് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് വാങ്ങാവുന്നതാണ്. ഇതുണ്ടോ ഈ കാണുന്ന ഒരു ഗുഹ പോലെ തോന്നിക്കുന്നത്? അതായത് അവിടെ നിന്നിട്ട് വെള്ളം മലയുടെ അടിയിൽ കൂടി അങ്ങ് ദൂരെ എത്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഗൈഡ് പറഞ്ഞു തന്നത്. അതിൻ്റെ ഉള്ളിൽ അവിടേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. വേണ്ട, ഞാനിവിടെ ചെയ്തിട്ട് അത് സൂം ചെയ്യുന്നു എന്നുള്ളൂ. അത്ര ക്ലിയർ ഒന്നും ആവില്ല. കണ്ടറാ പോവാം നമുക്ക് പോവാം.
ഇഷ്ടം പോലെ ഉണ്ടല്ലേ കടുവക്ക് ഹാപ്പിയോ ഇതിന്റെ ഈ കൊമ്പ് വർഷത്തിൽ ഒരു പ്രാവശ്യം അത് കൊഴിഞ്ഞു തനിയെ പോവും എന്നിട്ട് വീണ്ടും അത് ആദ്യം മുതൽ മുറിച്ചു വാ മോനെ വാ. ദേ ഇതാണ് കാട്ടുപോത്ത് തൊട്ടടുത്ത്. ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ വേറെ. ഇതൊക്കെ കാണണമെങ്കിൽ ഈ സമയത്ത് തന്നെ ട്രക്കിങ്ങിന് വരണം, എന്നാലേ ഇതൊക്കെ മര്യാദക്ക് കാണാൻ പറ്റുള്ളൂ. നട്ടുച്ചക്കൊന്നും ട്രക്കിങ്ങിന് ഇറങ്ങിയിട്ട് കാര്യമില്ല. നോക്കുന്നുണ്ട്, ഒറ്റയെടുത്ത് തന്നെ അതുങ്ങൾ ഓടും. കണ്ട കണ്ട സംഭവം കണ്ട കണ്ട ധാരാളം ഉണ്ട്. അവിടെ ഉണ്ട് കൂട്ടം. ഞങ്ങളുടെ ഡ്രൈവറായിട്ടും ഭയങ്കര സപ്പോർട്ടീവാണ്. ഞങ്ങൾ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആനയുടെ അപ്പുറത്തെ സൈഡിലേക്ക് വണ്ടി ഒന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അവിടെ കൊണ്ടുവന്ന് നിർത്തിക്കോളും. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് വിഷുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞാൽ ആനകളുള്ളപ്പോൾ അവിടെ ഇറങ്ങിച്ചൊന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ വണ്ടിയിൽ ഇരുന്നുകൊണ്ടുള്ള എടുപ്പ് മാത്രമേ നടക്കൂ. ആനക്കൂട്ടത്തെ അങ്ങനെ നേരിട്ട് കണ്ടു. ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ചെളിയിൽ ചെയ്തേക്കാം. മൂന്നും കൊമ്പൻ കുട്ടിയാണ്. ഇതൊരെണ്ണം ഫ്രണ്ടിലൊരെണ്ണം പോകുന്നു. അല്ല വലിയ ആന ഉണ്ടാവില്ല കൊമ്പൻ. ഇതൊക്കെ ഇവിടെ ട്രക്കിങ്ങിന് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. കോടയൊക്കെ നോക്കി. ആ ഇവിടെ മറ്റൊരു ഡാം ഉണ്ട് അവിടെ ദൂരമായിട്ട് നോക്കി കണ്ടാ. ആ ഡാമിൻ്റെ ഒരു വ്യൂ പോയിന്റ് നമുക്ക് ഇടുന്നുണ്ട്. ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ചെങ്ങാടത്തിലൊന്ന് കറങ്ങാനുള്ളൊരു അവസരമുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ചെങ്ങാടത്തിലേക്ക് കയറണ്ട. കുറേ കാലം ഇതിലൊക്കെ ഒന്ന് കയറിയിട്ട് രസമുണ്ടാ ചെങ്ങാടം. ഫുൾ മുള കൊണ്ട് നിർമ്മിച്ച ചെങ്ങാടം. രണ്ട് ഭാഗത്തായിട്ടിരിക്കാൻ വെയിറ്റ് കറക്റ്റ് ആക്കാനാണ്. ആർക്കാ അതാണോ ഫ്രണ്ട്? ഞങ്ങള് 4 പേരിന്ന് പറയുന്നുണ്ട് ഈ ചങ്ങാടത്തില്. ഞങ്ങൾ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോഴും അവര് വട്ടം കറക്കി അതേ തിരിച്ചപ്പുറത്തെ കൂടി പോയാണ്. അതാണ് ഫ്രണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. സമ്മതിക്കണമല്ലോ. അതെ ഇതാണ് ഫ്രണ്ട്. എടാ അങ്ങോട്ടാ പോകുന്നത്. നിങ്ങൾ അങ്ങോട്ട് നോക്കി അതിനൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഒരു 5 ആൾക്ക് താമസിക്കാം. 9,700 രൂപ വിത്തൗട്ട് ഫുഡ്. സാധനങ്ങൾ കൊണ്ടുപോകണം. അവിടെ പാകം ചെയ്യാൻ സൗകര്യമുണ്ട്. ഞങ്ങൾ കൂടെ 5 പേരുണ്ടാവും. 5 പേരുണ്ടാവും. 1.5 മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്യണം. നിങ്ങളെ നോക്കാനും നിങ്ങളെ തിരിച്ച് കൊണ്ടുവന്ന് ഇവിടെ വിടാനും തുഴഞ്ഞു പോണ ബോട്ടാണ്. ഇതേപോലെ തന്നെ എത്ര ആശാണ് ഇവിടെ? 9,100 അതെങ്ങനെ ഹിന്ദി പറയാം? 9,000 5 പേരല്ലേ? 5 आदमी के
वो लोग भी आएंगे हमारे साथ, लेकिन खाने के लिए सब हमको लेके जाना पड़ेगा। ഗൾഫിലുള്ള പുള്ളിയോട് ചോദിച്ചാൽ പോരെ ഹിന്ദിയൊക്കെ? അവർക്കറിയാം ഹിന്ദി അടിപൊളിയായിട്ട്, നമുക്കറിയില്ല. പിന്നെ വെള്ളം കുടിവെള്ളമാണ്, ഏ അതുകൊണ്ട് മോട്ടോർ ബോട്ട് എമർജൻസിക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. കിട്ടില്ല. മുതല ചാടിയൊന്നും ഇതിലേക്ക് വരൂല, ഇതിലേക്കൊന്നും ചാടി വരില്ല. ഭാഗ്യം. അത് മെയ് ജൂണിലൊക്കെയാണ് വെള്ളം കുറയുക. വെള്ളം കുറയാ, നല്ല തിരക്കുണ്ടാവും. അപ്പോഴേ മൃഗങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് അത് വെള്ളം കുടിക്കാൻ വേണ്ടി വരുമല്ലേ? അതെ അതെ. ഇപ്പൊ നമ്മൾ ഈ പോണ സ്ഥലമൊക്കെ ഓപ്പൺ ആയി കിടക്കും. അപ്പൊ മൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടാണ് വെള്ളം കുടിക്കലും നിറയെ പുല്ല് മുളയ്ക്കുക, പുല്ല് തിന്നലും ആയിട്ട് നല്ല നമുക്ക് കാണാൻ നല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മളിവിടെ ഈ ഒരു ദ്വീപിലുള്ള ഒരു താമസം ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞത് 9700 ആളെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ താമസിക്കുകയാണെങ്കിൽ ഏകദേശം ജൂൺ മാസത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഏതെങ്കിലും മൃഗങ്ങളെയൊക്കെ അവിടെ കാണാൻ പറ്റുക എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഈ ചങ്ങാടം തുഴയുന്ന 4 സഹോദരങ്ങളും ആദിവാസി സഹോദരങ്ങളാണ്. അവരൊക്കെ ഈ ഒരു ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതുപോലെ ജോലി ലഭിച്ചിരിക്കുന്നവരാണ്. അവരുടെ ഉന്നമനത്തിന് വേണ്ടി കൂടിയാണ് ഈ പറമ്പിക്കുളത്ത് ഇത്തരമൊരു ടൂറിസം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് സർക്കാർ. ബാംബു റാഫ്റ്റിംഗ് കഴിയാറായി. ഏകദേശം 1.5 മണിക്കൂർ ഞങ്ങളിങ്ങനെ ചങ്ങാടത്തിൽ ഒഴുകി കടന്നു. നല്ലൊരു അനുഭവമായിരുന്നു ഇത്. ട്രക്കിങ്ങിന് വരുമ്പോൾ കാണുന്ന അടുത്ത വ്യൂ പോയിന്റ് ഇതും മറ്റൊരു ഡാമാണ്. ഇങ്ങനെ കുറേ അധികം ഡാമുകളുണ്ട്. ഇതിനിടയിൽ നമുക്ക് ധാരാളം മൃഗങ്ങളെയൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഇവിടെ പാക്കേജ് എടുത്ത് താമസിക്കുന്നവരായതുകൊണ്ട് നമുക്ക് വൈകിയാണ് ട്രക്കിങ്. ഇപ്പോൾ സമയത്ത് ഇപ്പോൾ 6:10 ആയിട്ടാണ്. അപ്പോൾ 6:10 ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റി. അതായത് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ട്രക്കിങ്. ഇപ്പോൾ 6 മണിയായി. ഇനിയുമുണ്ട്, 1 മണിക്കൂർ കൂടെ ഉണ്ട്. ഇതിനിടയിൽ ധാരാളം മൃഗങ്ങൾ ഇനിയും കാണാൻ പറ്റുമെന്ന വിശ്വാസമുണ്ട്. രാത്രി ആവുമല്ലോ, ഇപ്പോൾ തന്നെ വേണ്ട, ഇരുട്ടി തുടങ്ങി. ഇപ്പോൾ സമയം ഒരു 7 മണിയായി. ഇവിടെ ഈ പറമ്പിക്കുളം ടൗണിൽ നിന്ന് തന്നെ കാടിന് നടുവിൽ 1-2 കടകളുണ്ട്. അതാണ് ടൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഈ ആദിവാസി സഹോദരങ്ങൾക്ക് വേണ്ട അത്യാവശ്യ വസ്തുക്കൾ എത്തിക്കുന്ന ഒരു സ്ഥലം മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. വൈകിട്ട് ആദിവാസി സ്ത്രീകൾ 5-8 പേര് ചേർന്ന് ഡാൻസ് അവതരിപ്പിക്കുന്നുണ്ട്. അവരുടേതായ പരമ്പരാഗതമായിട്ടുള്ള ഒരു ഡാൻസ്. അപ്പോൾ അത് കാണാനുള്ളൊരു അവസരവും ഇവിടെ നമുക്ക് ഈ ട്രക്കിങ്ങിന് വരുമ്പോഴൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഇവിടെ താമസിച്ചു. ഇന്ന് രാവിലെ കാട്ടിൽ കൂടി കുറച്ച് നടക്കാൻ പോവുകയാണ്. ഇനി പറഞ്ഞോ. മരത്തിന്റെ തൊലി കണ്ടാൽ ഞാൻ എന്താ തോന്നുന്നത്? ഫുള്ളായിട്ട് ഷീറ്റ് ക്രൊക്കഡൈൽ ബാക്ടീരിയ എന്നാണ് മുതലയുടെ മരം, കരിമരുത് എന്ന് പറയും. നമ്മള് ഫോറസ്റ്റ് പലതരം ഫോറസ്റ്റ് ഉണ്ട്. ഇതിന് പറയുന്ന ഈ ഫോറസ്റ്റിന് പറയുന്ന പേരാണ് മോസ്റ്റ് ഡിസൈഡസ് ഫോറസ്റ്റ്. ചെയ്ത് വെക്കും നമ്മൾ. അതിൻ്റെ ഒരു ടൈഗറിന് 20-25 സ്ക്വയർ കിലോമീറ്റർ ഒരു ഏരിയയിൽ ഒരു ടൈഗർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഹോം റേഞ്ച് ഉണ്ട്, ടെറിട്ടറി ഏരിയ എന്നുണ്ട്. ഹോം റേഞ്ച് പറയുന്നത് അതിൻ്റെ ഡെന്നും അതിന് ചുറ്റിയിരിക്കുന്ന സ്ഥലങ്ങളും. പിന്നെ ടെറിട്ടറി ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഇര പിടിക്കുന്ന സ്ഥലങ്ങളാണ് പറയുന്നത്. ആ സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്രാച്ച് ചെയ്ത് വയ്ക്കും, വരില്ല. ക്രാച്ച് ചെയ്ത് യൂറിൻ ചെയ്ത് സ്കാറ്റ് ചെയ്ത് വയ്ക്കും. മരങ്ങളിലൊക്കെ ക്രാച്ച് ചെയ്ത് വയ്ക്കും. രാവിലെ ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മളോടൊപ്പം ഈ കാടിൻ്റെ ഓരോ സ്പന്ദനവും അറിയുന്ന ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരൻ നമ്മുടെ ഗൈഡായിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം അവിടുത്തെ കാട്ടിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അതൊക്കെ നമുക്കൊരു വലിയൊരു അറിവിൻ്റെ മുതൽക്കൂട്ട് തന്നെയാണ്. ഇത് പണ്ട് ദിനോസർ ജീവിച്ചിരുന്ന കാലത്ത് ഉള്ള സസ്യങ്ങളിൽ ആകെ അവശേഷിക്കുന്ന ഒരേ ഒരു ഇനമാണെന്ന്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായി കാട്ടിനുള്ളിൽ കറങ്ങാൻ തുടങ്ങിയിട്ട്. അവശതയായി കയറി 1.5 മോനെ നല്ലോണം ഓടി. ആന ഇതിൻ്റെയൊക്കെ അടുത്ത് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സിഗ്നൽസ് കിട്ടി. കുറേ മോളെയൊക്കെ ഓടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ചില സ്ഥലത്ത് ആനപ്പിണ്ടം കിടപ്പുണ്ടായിരുന്നു, പോയ പാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആന കാണാൻ പറ്റിയില്ല ഇത്ര നേരമായിട്ട്. കാട്ടുപോത്ത് നേരത്തെ ഉണ്ടായിരുന്നു, ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് അത് ഓടിക്കളഞ്ഞു. അപ്പോൾ അതിൻ്റെ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതുപോലെ ട്രെക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ കിട്ടുള്ളൂ കേട്ടോ.
അല്ലാണ്ട് വന്നവർക്ക് 200 രൂപ കൊടുത്തിട്ട് നേരെ പകൽ സമയത്ത് ട്രക്ക് ചെയ്യാം. രാവിലെ ഇല്ല, രാവിലെ 7 മണിക്ക് ട്രക്കിങ് ആരംഭിക്കുന്നുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു 40 പേര് വീതമുള്ള ബസ്സിൽ കൊണ്ടുപോകും. അപ്പോൾ ട്രക്കിങ്ങിന് മാത്രം വരുന്നുണ്ടെങ്കിൽ രാവിലെ വരിക, 7 മണിക്ക് വരിക, 4 മണി 4:30 വരെ ഇവിടെ ഉള്ളൂ സമയം. പിന്നെന്തോ സ്കൂളിൽ നിന്നും വരുന്ന കുട്ടികൾക്കൊക്കെ എന്തോ പ്രത്യേകിച്ച് ഡിസ്കൗണ്ടുകളും അങ്ങനത്തെ അതൊക്കെ ഉണ്ട്. എന്തോ സൗജന്യമായിട്ട് വരെ ഇതിനുള്ളിൽ കാടിനുള്ളിൽ നടന്നൊക്കെ കാണാനുള്ള സൗകര്യമൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഇത്രയും നേരം കയറ്റമായിരുന്നു, ഇനിയിപ്പോൾ ഇറക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. നടക്കാണ്ടിരുന്നിരുന്നേ ഇവിടെ നടന്നിട്ട് ഔഷധിയായി പോയി. കുറേ കാലത്ത് ആഗ്രഹമാണ് കാടിനുള്ളിൽ കൂടി അത് നടക്കണം, ഒന്ന് കയറണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അത് സാധിച്ചു. ആനയെ കണ്ടില്ല, പക്ഷെ ആന പിണ്ടോടെ കിടപ്പുണ്ട്. രാവിലെ വന്നിട്ട് ഓടിയാന്ന് തോന്നുന്നു. പറമ്പിക്കുളത്തേക്കുള്ള യാത്ര കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ റിട്ടേൺ ആണ്. ശരിക്കും 10:30-ക്കാണ് ചെക്കൗട്ട്. പക്ഷേ ഞങ്ങൾക്കിവിടെ കുറച്ച് ചെറിയ ഇൻട്രോസ് ഒക്കെ എടുക്കേണ്ടതുകൊണ്ട് ഇത്തിരി വൈകി. അങ്ങനെ അത് കഴിഞ്ഞ് തിരികെ പോവുകയാണ്. നല്ലൊരു അടിപൊളി അനുഭവമായിരുന്നു. ഞങ്ങൾ പിന്നെ എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ വന്ന് പെട്ടത്. പക്ഷേ വളരെ നല്ല സൂപ്പർ അനുഭവമാണ്. എന്ന് വെച്ചാൽ നല്ല നമ്മളെ എന്താ പറയുക, പ്രകൃതിയുടെ ഭംഗി കറക്റ്റ് നമ്മളെ എന്താ പറയുക നമുക്ക് അനുഭവിച്ചറിയാം. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എന്തായാലും ഞാൻ എൻ്റെ ഫാമിലിയും കൊണ്ട് ഇത് വരുന്നുണ്ട്. ഈ മാസം തന്നെ വരാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് പോകുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും വരണം. ഞാൻ എൻ്റെ ഒരു നല്ലൊരു സജഷനാണ് നിങ്ങൾക്ക് തരുന്നത്. എന്തായാലും വരണം. ഈ പറമ്പിക്കുളം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിന് കീഴിലുള്ള ഒരു ഇതാണ്, പ്രൈവറ്റ് ഒന്നും അല്ല. നല്ലൊരു അനുഭവമാണ്, നല്ല സർവീസാണ്. നിങ്ങൾ എന്തായാലും വരിക. ഇവിടെ എന്തായാലും വന്നതിന് ബോറടി എന്നതൊരു വിഷയമേ നിങ്ങളുണ്ടാവില്ല. 24 മണിക്കൂർ പോകുന്നത് നിങ്ങൾ അറിയുകയും കൂടിയില്ല. അത്ര നല്ല അടിപൊളിയാണ്. കാടിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ ആസ്വദിച്ച്, ആ വീടുകളുടെ സൗണ്ടും ഇതൊക്കെ ആസ്വദിച്ച്, പിന്നെ രാത്രി ഈ പറഞ്ഞ പോലെ കുറച്ച് മാനുകളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. മാനിനെ കാണാൻ മാൻ, കാട്ടുപോത്ത്, ആന, ഇതിന് മയില്, ഒട്ടകം, മയിലിന്റെ അതെ മയില് തൊട്ടടുത്ത് എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും നമുക്ക് തീർച്ചയായും ആസ്വദിക്കാൻ പറ്റുന്ന 100% ഗ്യാരണ്ടിയാണ് ഇവിടെ. പിന്നെ വരുന്നവർ കൂടുതലും എന്താണ്, ഇവിടെ ഒരു ഉള്ളിൽ ഐലൻഡൊക്കെ ഉണ്ട്. അപ്പോൾ ഐലൻഡിലൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളം കൂടുതലുള്ള സമയമായിരിക്കും. അപ്പോൾ ഐലൻഡിൽ വെള്ളം കുറയുന്ന സമയത്താണെങ്കിൽ അതിനടുത്തേക്ക് ആനയൊക്കെ നീന്തി വരും എന്ന് പറയുന്നത്, ആനയും കാട്ടുപോത്തൊക്കെ. അപ്പോൾ അതിനുള്ളിലും ഇതുപോലെ ഒരു ഹൗസ്, ഒരു റെൻറ്റിന് കൊടുക്കുന്ന ഒരു വീടുണ്ട്. 5 പേർക്കാണ് അതിൽ താമസിക്കാൻ പറ്റുന്നത്. അതിന് ഏകദേശം 9,000 ചില്ലാൻ രൂപ എന്ന് പറയുന്നത്. ഫുഡ് എക്സ്ട്രാ ഉണ്ട് അവിടെ മാത്രം ഫുഡ് എക്സ്ട്രാ ആണ്. അപ്പോൾ അവിടേക്ക് വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മഴ കുറഞ്ഞിട്ട് വരുന്ന ഒരു സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ കുറേ അധികം നല്ല രസകരമായ ഒരു അന്തരീക്ഷം ആസ്വദിക്കാനുള്ള സൗകര്യം നമുക്ക് പറമ്പിക്കുളത്തുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒപ്പം യാത്രയിൽ ഇവിടുത്തെ സ്റ്റാഫായ രമേഷ് ഭായും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വിളിക്കാം. അദ്ദേഹത്തിൻ്റെ നമ്പർ അദ്ദേഹം തന്നെ പറയും. ഒന്ന് നമ്പർ പറഞ്ഞേക്കട്ടെ. ബൈ. 9488444523.